30 വർഷത്തെ നിയമപോരാട്ടം. നടി സുകന്യയ്ക്കെതിരായ അപകീർത്തി കേസിൽ സൺ ടിവിക്ക് 10 ലക്ഷം രൂപ പിഴ. നടി സുകന്യയ്ക്കെതിരെ 1964 സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി സംഭവത്തിൽ സൺ ടിവിക്ക് വലിയ തിരിച്ചടി. സംഭവത്തിൽ സൺ ടിവി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന കീഴ്ക്കോടതി വിധിപ്രകാരം മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. ഏകദേശം 30 വർഷം നീണ്ടുനിന്ന നിയമപോരാട്ടത്തിനൊടുവിലാണ് നിർണായക വിധി. 1966 ഏപ്രിൽ 17 സൺ ടിവിയിലെ നേർക്കുനേർ എന്ന പരിപാടിയിലാണ് കുപ്രസിദ്ധ വനപാലകൻ വീരപ്പൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്തത്. ഈ പരിപാടിയിൽ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ മകനുമായി നടി സുകന്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നും ഈ ബന്ധം വീഡിയോയിൽ പകർത്തി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും വീരപ്പൻ ആരോപിച്ചിരുന്നു. ഇത് തൻ്റെ അന്തസ്സിനെയും പ്രശസ്തിയെയും കാര്യമായി ബാധിച്ചെന്നും മാനസികമായി തകർന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുകന്യ നടപടികൾ സ്വീകരിച്ചത്. സംപ്രേഷണത്തിന് മുമ്പ് ഈ പരാമർശങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കാനോ നടിയോട് വിശദീകരണം ചോദിക്കാനോ സൺ ടിവി തയ്യാറായില്ല. ഇത് ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംഭവം വിവാദമായപ്പോൾ ഒരു സ്വകാര്യ മാഗസിനിൽ മാത്രം ഖേദപ്രകടനം പ്രസിദ്ധീകരിച്ച സൺ ടിവിയുടെ നടപടിയെയും കോടതി വിമർശിച്ചു. അപകീർത്തികരമായ പരാമർശം ഏത് മാധ്യമത്തിലൂടെയാണോ നടത്തിയത് അതേ മാധ്യമത്തിലൂടെ തന്നെ ഖേദപ്രകടനം നടത്തണമെന്നായിരുന്നു. അല്ലാത്തപക്ഷം ആ മാപ്പ് പ്രേക്ഷകരിലേക്ക് എത്തുകയുണ്ടാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 2015 ചെന്നൈയിലെ ട്രയൽ കോടതി സുകന്യയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് സൺ ടിവി അപ്പീൽ നൽകിയത്. പ്രശസ്തിക്ക് കോട്ടം സംഭവിച്ചുവെന്നതിന് തെളിവുണ്ടെന്നും ചാനൽ ഈ വിഷയത്തിൽ വലിയ തോതിൽ ലാഭമുണ്ടാക്കിയെന്നും കോടതി കണ്ടെത്തി. കീഴ്ക്കോടതിയുടെ വിധിയിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ലെന്ന് വിധിച്ചു. കൂടാതെ വിവാദമായ ആ അഭിമുഖത്തിൻ്റെ ഭാഗങ്ങൾ ഇനി ഒരിടത്തും പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യരുതെന്ന് ഹൈക്കോടതി സ്ഥിരം നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.